നമ്മുടെ അയൽ സംസ്ഥാനം, നമ്മുടെ സഹോദര സംസ്ഥാനം, നമ്മുടെ സഹോദര തുല്യമായിട്ട് നമ്മൾ കാണുന്ന തമിഴ്നാട്ടിൽ നിന്ന് നമ്മളെയൊക്കെ നാണം കെടുത്തുന്ന, അല്ലെങ്കിൽ ഈ സൗത്ത് ഇന്ത്യക്കാരെ മുഴുവൻ നാണം കെടുത്തുന്ന, സൗത്ത് ഇന്ത്യക്കാരെ മുഴുവൻ പറയാൻ കാരണം ഈ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്നാണ് അല്ലെങ്കിൽ പാലക്കാട്ടിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുക മദ്രാസി എന്നാണ്. കേരളത്തിൽ നിന്ന് ആണ്, തമിഴ്നാട്ടിൽ നിന്നാണ്, കർണാടകയിൽ നിന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മദ്രാസിയാണെന്നുള്ളത്. ആ മദ്രാസികൾ മുഴുവൻ ഇപ്പം നാണം കെട്ട് നിൽക്കുകയാണ്. കാരണം നോർത്ത് ഇന്ത്യയിലാണ് നമ്മൾ ഈ മാധ്യമ പ്രവർത്തനത്തിനെതിരെ തിരിയുന്ന രാഷ്ട്രീയക്കാരെ ഒരുപാട് കണ്ടിട്ടുള്ളത്. നമ്മൾ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം ഒരുപാട് ജീവൻ തന്നെ പോകുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അസഹിഷ്ണുതയുടെ ആൾരൂപങ്ങളായിട്ട് അവിടെ രാഷ്ട്രീയക്കാർ മാറുന്നത് നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് ഇത് നടക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 ദിവസം മുമ്പ് തമിഴിലൊരു സൗക്ക് മീഡിയ എന്ന് പറഞ്ഞിട്ട്, സൗക്ക് ശങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സൗക്ക് ശങ്കർ. സൗക്ക് എന്ന് പറഞ്ഞ ചാട്ടവാറിനെ അടിക്കുന്ന ആളാണ്. രാഷ്ട്രീയക്കാരെ മുഴുവൻ അടിക്കും അയാൾ. മാധ്യമപ്രവർത്തനം അയാളുടെ അങ്ങനത്തെ സ്റ്റൈലാണ്. DMK ആണ് മുഖ്യര മൂപ്പരുടെ. അപ്പോൾ DMK-കാരെ അല്ല ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. DMK-യുടെ കൂടെയുള്ള നമ്മുടെ 150-160 വർഷം പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടി. കോൺഗ്രസ്സുകാരാ കേൾക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ ചെന്നൈയിലെ ഒരു നേതാവിനെ കുറിച്ച് ഇയാളൊരു അഴിമതി ആരോപണം ഉന്നയിച്ചു എന്നതാണ് പ്രശ്നം. അവിടെ ഈ അഴുക്കുചാല് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ മാലിന്യം വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വാഹനങ്ങൾ, ഈ ആളുകൾ ഇറങ്ങി ഡ്രൈനേജൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒഴിവാക്കാൻ വേണ്ടി അതിന് വേണ്ട വാഹനങ്ങളൊക്കെ വാങ്ങാൻ കുറേ ഫണ്ട് ചിലവഴിച്ചിരുന്നു. ആ ഫണ്ടിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് ആരോപണം ഉന്നയിച്ചത്. ആ ഉന്നയിച്ചതിൻ്റെ പേരിൽ എത്ര നീചമായിട്ട്, അല്ലെങ്കിൽ ഇതെന്താ പറയുക അതിന്, അയാൾ കുറേ ആളുകളെ പറഞ്ഞയച്ചിട്ട് ഇയാളുടെ വീട്ടിലേക്ക് മലം കൊണ്ട് അഭിഷേകം നടത്തിയിരിക്കുക. മലം ബക്കറ്റായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു 10-50 പേര് ജാഥ പോലെ വന്നിട്ട്, ആലോചിച്ച് നോക്കൂ, അവിടെ 70 വയസ്സുള്ള ഇയാളുടെ അമ്മ മാത്രമാണുള്ളത്. ആ അമ്മ മാത്രം ഇരിക്കുന്ന വീട്ടിനകത്തേക്ക് ഈ 10-50 എണ്ണം ഒരുമിച്ച് കയറി ആ വീട് മുഴുവൻ വാരി വലിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് മുഴുവൻ ഈ മലം കൊണ്ട് അഭിഷേകം നടത്തിയിരിക്കും. എങ്ങനെ ഉണ്ടാവും? നന്നായി ഉണ്ടാവില്ലേ? അപ്പോൾ അത്തരം ഒരു സാഹചര്യം നമ്മുടെ അടുത്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതൊരു ഭയാനകമായ കാര്യമാണ്. കാരണം വായു തുറന്ന് ആർക്കും സംസാരിക്കാൻ പറ്റില്ല. ഇവിടെ BJP-ക്കാർ നിരന്തരം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കോൺഗ്രസ്സുകാർ ഇയാളുടെ മുകളിൽ നടപടി എടുത്തിട്ടില്ല. ഈ 72 മണിക്കൂറായി, 3 ദിവസത്തോളം കഴിഞ്ഞിരിക്കുന്നു. DMK കൂടെയുള്ള ആളാണ്. പോലീസ് മന്ത്രി അവരാണ്, സ്റ്റാലിൻ്റെ കയ്യിലാണ് പോലീസ് വകുപ്പ്. ഈ പോലീസ് എല്ലാം നോക്കി നിൽക്കെ പോലീസിൻ്റെ മൂക്കത്തും തുമ്പത്തു കൂടെയാണ് ഇവർ പ്രകടനം നടത്തി അല്ലെങ്കിൽ വാഹനത്തിൽ കയറി വന്ന് ഇയാളുടെ വീട്ടിലേക്ക് കയറി പോയിരിക്കുന്നത്. ആ അക്രമം നടത്തിയ ശേഷം അവരവിടെ കുത്തിയിരുന്നിട്ടുണ്ട്. കാരണം ഇയാൾ വരട്ടെ, സൗക്ക് ശങ്കർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കുത്തിയിരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ പോലീസ് അവിടെ ഉണ്ട്. പോലീസ് വിളിച്ച് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്നാണ് ഇയാളുടെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. കാരണം വന്നു കഴിഞ്ഞാൽ ഇവർ അക്രമം കാണിക്കുന്നു. പോലീസിൻ്റെ നിലപാടാണ്. അപ്പോൾ ഈ നിലപാടിനൊക്കെ എതിരെ മൂപ്പരിപ്പോൾ കോടതിയെ സമീപിക്കാനും, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞതിന് തെളിവുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. അയാൾ നുണയാണോ പറഞ്ഞതെല്ലാം അതൊക്കെ പിന്നീട് പരിശോധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നിയമപരമായിട്ട് അതിന് പോകുമായിരുന്നു. അയാൾ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് നിയമപരമായിട്ട് പോകാം. ഇത് നാണിക്കുന്ന കേസ്. മൊത്തത്തിൽ മോശമായിപ്പോയി എന്ന് പറഞ്ഞാൽ ഇത്രയും മോശമാവാൻ ഇനിയില്ല. കാരണം തല വെട്ടിക്കളഞ്ഞാൽ പോലും ഇത്ര നാറ്റം ഉണ്ടാവില്ലല്ലോ. തല പോയി എന്നല്ലേ വിചാരിക്കുക. ഇത് മൂപ്പർക്കിപ്പോൾ താമസിക്കും വാടക വീടാണ്. മൂപ്പറിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു വീട്ടുകാരൻ. മൂപ്പരുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. ഓഫീസ് അവിടെ നിരന്തരം പോലീസ് കയറി ഇറങ്ങുന്നു, മൊത്തത്തിൽ ശല്യം
നിങ്ങൾക്ക് ഇനി വാടകയ്ക്ക് തന്നു കഴിഞ്ഞാൽ ആ വീട് ഇടിച്ച് നിരത്തും സീൽ ചെയ്യുന്നൊക്കെയാണ് അധികാരികൾ വന്ന് ഭീഷണിപ്പെടുത്തുന്നത്. അപ്പം അദ്ദേഹത്തിന് അവിടെ ജീവിക്കാൻ വഴിയില്ല. അയാൾ സൗഖ്യ മീഡിയ നിർത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പത്രസമ്മേളനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ വായി തുറക്കരുത് എന്ന ചട്ടം കെട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അയാളെ. ഇനിയിപ്പോൾ ചിലപ്പോൾ അടുത്തത് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ആക്രമണങ്ങളൊക്കെ ആയിരിക്കും. കാരണം ഇയാൾ വീട്ടിൽ അന്ന് വന്നിരുന്നെങ്കിൽ ഇയാൾ ചിലപ്പോൾ കഥ കഴിഞ്ഞേനെ, അയാൾ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ. അത്തരത്തിലേക്കാണ് ഇവിടുത്തെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാലിൻ സർക്കാർ ഇതിനെതിരെ നേരായിട്ടുള്ള നടപടി എടുത്തിട്ടില്ല. 48 മണിക്കൂറിന് ശേഷവും മൗനം പാലിച്ചു എന്നൊക്കെയാണ്. ഇപ്പോൾ CBCIഡിക്ക് വിട്ടിട്ടുണ്ട് ഈ കേസ് എന്നൊക്കെ പറയുന്നു. പക്ഷേ FIR ഒന്നും ഫയൽ ചെയ്യാതെയാണ് CBCID ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എവിടെയും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഇയാൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇയാൾ നേരെ കോടതിയിലേക്ക് പോയിട്ടുണ്ട്. പോലീസിന് വിശ്വാസമില്ല. അപ്പോൾ കോടതിയെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കോടതിയിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോടതി ഇതിൻ്റെ അന്വേഷണ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിച്ച് അതിന് കുറ്റക്കാരായവരെ കണ്ട് ശിക്ഷിക്കട്ടെ. അത് മാതൃകാപരമായിക്കോട്ടെ. കാരണം ഇനി ഈ സംസാരിക്കുന്ന ആളുകളുടെ വായടപ്പിക്കുക എന്നുള്ളത് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഓരോരുത്തരും മനസ്സിലാക്കുകയും ഓരോരുത്തരും പ്രതികരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. BJPക്കാർ മാത്രം ചെയ്യുമ്പോൾ ശബ്ദിക്കുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മാത്രം പോരാ. ഇപ്പോൾ സ്റ്റാലിനും കൂട്ടരും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ് അവിടെ കുറ്റക്കാർ. ഇതിന് പ്രതികരിക്കുക തന്നെ വേണം. അത് പിണറായി വിജയനായാലും CPMകാരായാലും കോൺഗ്രസ്സുകാരായാലും ഇവിടുത്തെ തീർച്ചയായും പ്രതികരിക്കണം. ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം ഇനിയും തെരുവിൽ വലിച്ചഴിക്കപ്പെടാതെ കുറച്ച് കാലത്തെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. എത്ര കാലം എന്നുള്ളത് അറിയില്ല. എപ്പോഴാണ് ഇത് അവർക്ക് തോന്നി എപ്പോഴാണ് നമ്മുടെയൊക്കെ വായിൽ തുണി തിരുകുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് പറയാനുള്ളത് ഒച്ചത്തിൽ പറയാം. ഓക്കെ, താങ്ക് യു.